മമ്മി രാവിലെ എങ്ങനെയായിരുന്നു അടുക്കള? ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നാ എന്റെ പൊന്നുമാനെ ഇത് എന്നതേ കാണിച്ചിട്ടേക്കണ അതും പാടാണ്. എവിടെ കൊറേ കുപ്പി, എവിടെ കൊറേ പാത്രം, എന്നതാണോ മതി. ഇതിപ്പോ പറഞ്ഞോട്ടെ ഞാനാന്ന് തോന്നുന്നല്ലോ. ആരായാലും ഒന്ന് വൃത്തിയാക്കി വെക്ക്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നേ. ഞാൻ തന്നെ ചെയ്യണമായിരിക്കും. പിന്നെ അല്ലാടാരാ ചെയ്യാം. അല്ല പിന്നെ ഞാനൊരു സ്ഥലം വരെ പോവാച്ചേ, വരുമ്പോഴത്തേക്കെല്ലാം നീറ്റായിട്ട് കാണണമായിരിക്കും. നല്ലല്ലേ നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ടിരിക്കട്ടെ. നമ്മുടെ അമ്മായിയമ്മ പറഞ്ഞല്ലേ അല്ലേ, ചെയ്തേക്കാം. അപ്പോൾ ഇന്ന് മമ്മി മുട്ടൻ പണിയാണ് കേട്ടോ തന്നിരിക്കുന്നത്. ഇന്ന് അടുക്കള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു. വർഷങ്ങളായിട്ട് പൊടി പിടിച്ചെടുക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഓരോന്നായിട്ട് എണ്ണിപ്പെറുക്കി എടുത്ത് ആ മുകൾ ഭാഗം മൊത്തം പൊടി അടിച്ചു വാരി തൂത്ത് ഭയങ്കര പണിയാണ് കേട്ടോ. തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രയും വലിയ മുട്ടൻ പണിയാണ് നമുക്ക് മമ്മി തന്നിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ കഞ്ഞിയും കറിയും വെക്കലാണ് ഏറ്റവും വലിയ പണിയെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന കുറേ കൂട്ടരുണ്ട്. അതൊന്നുമല്ല, ഏറ്റവും വലിയ പണി ക്ലീനിങ് തന്നെയാണ്. ഒരു നല്ല പണിയാണ് കേട്ടോ ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ക്രിസ്മസിന് 2 ബൾബും കത്തിച്ച് വെച്ച് 2 പൂവും വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാൽ തെറ്റി ഗൈസ്. ക്രിസ്മസ് ഡെക്കറിങ് വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലീൻ ആയിട്ടുള്ള സർഫേസിലാണ് എന്ത് വെച്ചാലും കാണാൻ ഭംഗിയുള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ക്ലീനിങ്ങിനാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യണമല്ലോ. നമ്മളെല്ലാം വീട് അടിച്ചു വാരും വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ മുക്കും മൂലയും കബോർഡ്സും അതുപോലെ പാത്രങ്ങളും എല്ലാം എടുത്ത് തുടച്ച് വൃത്തിയാക്കി, അതാണ് ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഡീപ്പ് ക്ലീനിങ് എത്ര പേര് എത്ര വട്ടം ചെയ്യുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ വീട് എത്ര വട്ടം ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്? മാസത്തിലൊന്നോ അതോ വർഷത്തിൽ 2ഓ എത്രയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോഴത്തെ എല്ലാ വീടുകളിലും തന്നെ കബോർഡ്സിൻ്റെ എണ്ണം കൂടുതലാണ്. ആളുകളുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പൈസ മുടക്കി കബോർഡ്സൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ വീട് നല്ല ഭംഗിയായും വൃത്തിയായും കിടക്കുന്നൊക്കെയാണ്. പക്ഷേ അത് വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ ഗൈസ്, വെറും തെറ്റിദ്ധാരണയാണ്. പല്ലികൾ, പാറ്റകൾ എല്ലാം പെരുകുന്ന ഒരു സ്ഥലം മാത്രമാണ് കബോർഡ്സ്. നമ്മളെപ്പോഴും എടുത്ത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പല്ലിക്കും പാറ്റയ്ക്കും ഒക്കെ സൗരവികാരം നടത്താനുള്ളൊരു സ്ഥലമാണ് നമ്മുടെ കബോർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ 8 കാലിയുടെ അസ്ഥികൂടമില്ലേ, അതിങ്ങനെ കയറിപ്പോണം കാണാം. ശരിക്കും പറഞ്ഞാൽ അത് വാക്യൂം ക്ലീനർ വെച്ച് പിടിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു 8 കാലി കുഞ്ഞുങ്ങളൊക്കെ കയറി കിട്ടും. പക്ഷേ നമ്മൾ അടിച്ചു വരുമ്പോൾ അത്രയും ഡീപ്പായിട്ട് കിട്ടത്തില്ല. പിന്നെ വാക്യൂം ക്ലീനർ വെച്ച് പിടിക്കുമ്പോൾ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഭയങ്കര ഈസിയാണെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ഡിഫിക്കൽറ്റിയാണ് കേട്ടോ. ഇത്രയും കനമുള്ളൊരു സാധനം വലിച്ചുകൊണ്ട് നടക്കണം, അതിൻ്റെ കൂടെ നമ്മൾ വണ്ടേ കയറി വലിഞ്ഞ് കയറി അത് വെച്ച് പിടിക്കണം. ആരെങ്കിലും ഒരാൾ ഹെൽപ്പിനും കൂടെ ഉണ്ടെങ്കിലാണ് കേട്ടോ അതൊക്കെ ഈസി ആയിട്ടുള്ളൂ. വാക്യൂം ക്ലീനർ പിന്നെ ഒരു കണക്കിന് നമ്മൾ പൊടി പറക്കില്ല. നമ്മൾ ഈ അടിച്ച് വരുമ്പോഴത്തേക്ക് ഒത്തിരി പൊടി പറക്കും. പക്ഷേ വാക്യൂം ആണെങ്കിൽ അതിനുള്ളിലേക്ക് കയറി പോകത്തേ ഉള്ളൂ. പുറത്തേക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ തുമ്മുക ആ വക പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഏത് പണിയാണേലും ചെയ്യുമ്പോൾ അതിൻ്റെതായ ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ പൊടി അടിക്കാതിരിക്കാൻ വേണ്ടി ഒരു തുണിയൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് മമ്മിയും വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മമ്മിക്ക് വേറെ സ്ഥലത്ത് പോകാനും ഉണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം വലിച്ചു ചാടി കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്ക് ടു നോർമൽ ആക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ പഴയ പോലെ തന്നെ അടുക്കി വയ്ക്കാനാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ലല്ലോ. നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ചേഞ്ച് അടുക്കളയിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ എത്രത്തോളം പ്രാക്ടിക്കലാവുമെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ ചെരുപ്പിട്ടാണ് എല്ലായിടത്തും കയറി നിൽക്കുന്നത്. പക്ഷേ ആ ചെരുപ്പ് വീട്ടിലിടുന്നതാണ് കേട്ടോ. പെരയ്ക്കകത്ത് മാത്രം യൂസ് ചെയ്യുന്ന ചെരുപ്പാണ്, പുറത്ത് യൂസ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് ആരും കമൻറ്റ് ചെയ്യണ്ട കേട്ടോ. ദിവ്യ വൃത്തിയില്ലേ, ചെരുപ്പിട്ടാണോ കസേര ചവിട്ടുന്നതെന്നും ആരും കമൻറ്റ് ചെയ്തേക്കരുത്. അപ്പോൾ നമ്മൾ മുകൾ ഭാഗം അടിച്ച് വാരി തുടച്ച് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇനി നമ്മൾ ഓരോ എന്താ പറയുക ട്രോഫിയും കാര്യങ്ങളെല്ലാം എല്ലാം തുടച്ച് വയ്ക്കുകയാണ്. എല്ലാ സാധനത്തിനും പൊടിയാണ് കേട്ടോ. പൊടി, മണ്ണാവല, ചിലന്തി എല്ലാ സാധനവും ഉണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്യണം. അപ്പം ഏറ്റവും വലിയൊരു പണി ക്ലീനിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വീട് എപ്പോഴും ക്ലീനായിട്ട് കിടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു മൂഡാണ്. നമുക്ക് എപ്പോഴും അടുക്കളയൊക്കെ എപ്പോഴും അടുക്കി പെറുക്കി വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാനും ഒക്കെ തോന്നും. അപ്പോൾ ഇത് മെയിൻലി ഞങ്ങളുടെ അടുക്കളയല്ല, ഇതൊരു ഊണുമുറിയാണ്. അപ്പോൾ ഈ ഊണുമുറിയിൽ ഓവനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ അടുക്കള, മെയിൻ അടുക്കള ചക്ക കപ്പ പുഴുങ്ങുന്നതൊക്കെ അപ്പുറയാണ്, ഇവിടെയല്ല. അപ്പോൾ എന്താണേലും ഇവിടുന്ന് തൊട്ട് ക്ലീൻ ചെയ്ത് കയറാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ കേട്ടോ. ഇനി ആ കബോർഡ്സ് എല്ലാം തുറന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് ഗൈസ്. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ടയേർഡായിപ്പോൾ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റും ആകും. പിന്നെ നമുക്ക് ബോറടിക്കത്തില്ല കേട്ടോ. അതിൻ്റെ അമ്മ പോവാണ്ട് കുഞ്ഞോ മമ്മി എന്നോട് എന്തിനാ അമ്മ ഇങ്ങനെ പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുശുമ്പ് കുത്തണേ? കൊള്ളാവോ? പണി തീരണോ? എത്ര രൂപ കൊടുത്താൽ കസേരയൊക്കെ ഉണ്ടാക്കി ചിട്ടാക്കണം. നമുക്ക് ഒരു കൂസലും ഇല്ല. അപ്പൊ ഇവിടെ മുഴുവൻ പൊടി പിടിച്ച് കിടന്നപ്പോ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പൊടി പിടിച്ച് പറഞ്ഞിട്ട് കുഷിയം കളയേണ്ട കാര്യമുണ്ടോ? ഓഹോ, ഞാൻ പറയേ വീട്ടിലെങ്ങാനും എന്റെ ആസനങ്ങാണെങ്കിൽ വലിയ കുഴപ്പം പറഞ്ഞ് ഞങ്ങളാരും ഇരുന്നേച്ച്
പിന്നെ കസേര കുഷിനെ ചവിട്ടൊന്നുമില്ല. ആണോ? അല്ല, ചവിട്ടിക്കല്ലേ ഇരുന്നുണ്ടെന്ന് പറഞ്ഞാ എന്നെ സാധനം അറിയേ. ഇതിന് ഈയിടെ ആയിട്ട് ഭയങ്കര കുശുമ്പാട്ടോ. ഇന്നത്തെ പിള്ളേർക്ക് ഒരു കൂസലും ഇല്ല. എന്നെ പിടിപ്പുള്ള സാധനം ആണെങ്കിലും നശിപ്പിക്കാൻ എന്നാ എടുക്കാന്നറിയോ ഇപ്പോഴത്തെ പിള്ളേർക്ക്. എന്റെ ബോട്ടിലാട്ടൊന്നും നശിപ്പിക്കല്ലേ. മകളുടെ ഒരുക്കമുണ്ട്. എന്റെ മൊമെന്റ് താഴ്ത്തി അടിച്ചതോ. ഒരു മൊമെന്റോ വല്ല ആണെങ്കിൽ വേണ്ടല്ലോ, ഒരു 1001 മൊമെന്റോ ഉണ്ട്. എല്ലാവരും എന്നാ ചെയ്യേണ്ടത് ഞാൻ ആലോചിക്കണേ. നേരില്ല നേരത്തെ ഓരോ പണിയും കൂടെ അറിയിക്കണേ. എനിക്ക് വിശപ്പ് വന്നു. എന്നാ പോയിട്ട് എന്തേലും അത് പല്ലിക്കാഷ്ടം വൃത്തിയാക്കാൻ ബോട്ടിലാട്ടിനകത്ത് പല്ലിക്കാഷ്ടം ഇതിനകത്ത് കുത്തി കളയാനുണ്ട്. ആണോ? എന്നാ കുത്തി കളയാൻ. ചേച്ചി അന്നേ മരിച്ചു പോയതാ. ചേച്ചി അതൊക്കെ മമ്മിയുടെ അലമാരിക്കകത്ത് സേഫായിട്ട് കൊണ്ടുപോയി പൊടി പിടിക്കാതെ. മമ്മിക്ക് എന്നും കാണാനാണോ? അപ്പം മമ്മി ഇടയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുവരെ കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് മമ്മി എൻ്റെ കൂടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് ചെയ്ത ബോട്ടിലാട്ടൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതിൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം സ്റ്റോർ റൂമിലേക്ക് തട്ടി. അപ്പോൾ നമ്മുടെ പണി ഒന്നും ആയില്ല കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ മടുത്ത് പോയി ഒരുമാതിരി. നമ്മുടെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ കുറേ എണ്ണം ഫ്രിഡ്ജിൻ്റെ മേളിലുണ്ടായിരുന്നു. അത് കുറേയൊക്കെ പെറുക്കി മാറ്റി 1-2 എണ്ണമൊക്കെ അവിടെ വെച്ചു. അപ്പോൾ ക്രിസ്മസ് തീമിലൊന്ന് അറേഞ്ച് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം വെച്ചു. ചില സാധനങ്ങൾ അങ്ങനെയാണ്, നമുക്ക് കളയാനും പറ്റില്ല, അതവിടെ കീപ്പ് ചെയ്യാനും പറ്റില്ല. അങ്ങനെയുള്ളതൊക്കെ ഞാൻ ആ ബാസ്ക്കറ്റിലിട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പിട്ടെല്ലാം തേച്ചൊരച്ച് കഴുകലാണ്. നമ്മളെ സ്ലാബൊക്കെ നല്ലോണം വിം ലിക്വിഡ് യൂസ് ചെയ്ത് നല്ലതായിട്ട് അങ്ങ് ഉരച്ച് തേച്ചും കഴുകി. അപ്പോൾ എനിക്ക് വൃത്തിയായെന്ന് തോന്നണമെങ്കിൽ ഞാനിങ്ങനെ കൈ ഉരയ്ക്കുമ്പോഴത്തേക്കും കിറുന്നൊരു ശബ്ദം കേൾക്കണം കേട്ടോ. എന്നാലേ എനിക്ക് വൃത്തിയായെന്നുള്ളൊരു ഫീല് വരുള്ളൂ കേട്ടോ. അതുവരെ ഞാൻ തേച്ചൊരച്ച് കഴുകും. എനിക്ക് ഈ ക്ലീനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള പണിയാണ്. സമയമുണ്ടെങ്കിൽ നമ്മൾ ആസ്വദിച്ച് തന്നെ ക്ലീൻ ചെയ്യാം. എല്ലാം കൂടി ഒറ്റയടിക്ക് വൃത്തിയാക്കാമെന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ. ഓരോ ദിവസം ഓരോ റൂം അല്ലെങ്കിൽ റൂമിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. മമ്മി ഇത് കണ്ടോ മമ്മി, എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ വാങ്ങിയെന്ന്. ഇത് എന്നാ ചെയ്ത് എന്തോ ഒരു സാധനം എന്നതിനുള്ള ഇത് ഫുള്ള് അടുക്കള ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. അടുക്കള ഡെക്കറേറ്റ് ചെയ്യാനോ? മമ്മി പറഞ്ഞില്ലേ അടുക്കള കണ്ട് ബോറടിച്ചു, ഒരു മാറ്റം വേണം. ഒരു കാര്യം ചെയ്യാ, അടുക്കള ഡെക്കറേറ്റ് ചെയ്ത് മോളങ്ങ് എടുത്തു അടുക്കള. മമ്മിക്ക് പണിയാനുള്ള ആംബിയൻസ് ഞാൻ ഉണ്ടാക്കി തരുമോ? എന്നാ നല്ല രസമുണ്ട് കാണാൻ. എന്നെ സാധനം അടുക്കള കേൾക്കാൻ കഴിയല. അടുക്കളയിൽ എനിക്ക് അങ്ങനെ ചുറ്റിത്തിരിയാൻ പ്ലാൻ ഇല്ല കേട്ടോ. ഓഹോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മേശയുടെ സെൻറ്ററിലായിട്ട് ഒരു ക്രോഷയുടെ ഒരു മാറ്റാണ് കൊടുക്കുന്നത്. ഇത് ആക്ച്വലി വന്നിട്ട് മാറ്റല്ല, ഇത് പില്ലോ കവറാണ്. അപ്പം ഈ ഒരു കളറിൽ മാറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഇത് ഞാൻ ചൂസ് ചെയ്തത്. ഇത് നമുക്ക് സെൻറ്ററിലിട്ട് കൊടുക്കാം കേട്ടോ. സെൻറ്ററിലായിട്ട് ചെറിയൊരു ലൈറ്റ് കൊടുക്കാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഈ ഒരു ലൈറ്റിന് വരുന്നത് 890 രൂപയാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ നാളായിട്ടുള്ള എൻ്റെ പ്ലാനാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ. ഓക്കെ, ഇതിങ്ങനെ സെൻറ്ററിൽ വെച്ചു. ദെൻ ഇതിനകത്ത് നമ്മളൊരു ലൈറ്റ് കൊടുക്കുകയാണ്. ഇതിന് 30 രൂപയാണ് കേട്ടോ വില വരുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെച്ചു. അതിന് ശേഷം ഇതിനൊരു ഗ്ലാസിൻ്റെ ഒരു കവറിങ് ഉണ്ട് കേട്ടോ. ഇതിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു ക്ലാസി ലുക്ക് ഉണ്ടല്ലോ ഈ ഒരു ലൈറ്റിനെ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്കൊരു പംകിൻ വെച്ച് കൊടുക്കാം. ഈ പംകിൻ്റെ റേറ്റ് വരുന്നത് 75 രൂപയാണ്. ഇത് ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് തോന്നി, അപ്പം ഞാൻ വാങ്ങിയതാണേ. നമ്മളൊരു ലീഫിൻ്റെ പീസ് വാങ്ങിയിട്ടുണ്ട്. ഇതിന് വരുന്നത് 290 രൂപയാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് കുറച്ച് പീസുകൾ ഇങ്ങനെ വച്ച് കൊടുക്കാനാണ് പ്ലാന്. ഇതിന് ചുറ്റും ഇങ്ങനെ വച്ച് കൊടുക്കുവാണ്. ചെറിയുടെ കുറച്ച് പീസുകൾ വയ്ക്കുന്നുണ്ട്. ദെൻ നമ്മളൊരു ബൗള് 45 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഈ ബൗള് ക്രിസ്മസ് ഫാദറിൻ്റെ ഒക്കെ പിക്ചർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് ചെറിയുടെ പീസുകൾ ഇട്ട് വയ്ക്കുവാണ്. നമുക്കിതൊന്ന് ലൈറ്റ് ഇട്ട് നോക്കാം കേട്ടോ. നല്ലൊരു ക്രിസ്മസ് ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും. എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ക്രിസ്മസ് ആകുമ്പോൾ നമുക്കൊന്ന് വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു രസമില്ല കേട്ടോ.
ക്രിസ്മസ് ഒക്കെ അല്ലേ, ഫ്രിഡ്ജിൻ്റെ മേളും കൂടെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ കുഞ്ഞൊരു മാൻപേടെ വാങ്ങിട്ടോ. ഇതിൻ്റെ വില വരുന്നത് 290 രൂപയാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് എൻ്റെ ക്രിസ്മസ് കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നി. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതേ ഓൾറെഡി ഒരു ക്യാൻഡിൽ നമുക്കുണ്ടായിരുന്നു റെഡ് കളറിൽ, അത് ഞാനിവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് വരുന്നത് ഒരു ക്രിസ്മസ് ട്രീ, ഒരു മഷ്റൂമിൻ്റെ മേളിലൊരു ക്രിസ്മസ് ട്രീ വരുന്നതാണ്. ഇതിൻ്റെ വില 65 രൂപയാണ് കേട്ടോ. 65 രൂപ. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നു. രസമുണ്ടല്ലേ കാണാൻ. പിന്നെ ഇത് നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ക്യാൻഡിലാണ്. ഇതിന് 250 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്തു കേട്ടോ. അപ്പം നമുക്കൊരു ക്രിസ്മസ് തീമിലായില്ലേ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മേളൊക്കെ, നല്ല രസമായില്ലേ കാണാൻ. പിന്നെ ഈ കൂട്ടത്തിൽ എനിക്കൊരു ക്യൂട്ടായിട്ടുള്ളൊരു ക്രിസ്മസ് അപ്പൂപ്പനെ കൂടെ കിട്ടിയിട്ടോ. 250 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇതും കൂടെ ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ ടോപ്പിൽ ജസ്റ്റ് വെക്കുകയാണ്. ബാക്കിൽ ഇതേ മമ്മിയും ഡാഡിയും ടൂർ പോയ ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ ഈ ട്രീ എവിടെ തട്ടും? ട്രീ നമുക്ക് വേറെ എവിടെയെങ്കിലും വെക്കേണ്ടി വരും. ഓക്കെ. അതുപോലെ നമ്മുടെ ക്രിസ്മസ് അടുക്കളയിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിൻ്റെ സൈഡ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ചെറിയ ഹാങ്ങിങ്സ് ആണ് കേട്ടോ. 120 ഒക്കെയാണ് ഇതിൻ്റെ വില വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ടേ. സ്നോ ഫ്ലേക്കിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. ഇതിനകത്ത് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ എന്ത് ക്യൂട്ടാലേ കാണാൻ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഡെക്കറേഷനൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കണ്ടോ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. നമ്മൾ ടേബിളൊന്ന് കാണിച്ച് ഇതുണ്ടോ, ടേബിളിൽ ലൈറ്റ് ഇങ്ങനെ വരും. ഇത് നേരിട്ട് കാണുമ്പോഴാണോ കൂടുതൽ ഭംഗി. ഞാൻ എന്നെ തന്നെ പൂഴ്ത്തി പറയുന്നതല്ല. അപ്പം അടുത്തായിട്ട് എൻ്റെ ക്രിസ്മസ് ഡെക്കറേഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ഇതാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമായിട്ട് തോന്നി. ഇതിന് ഒരു സ്റ്റെമ്മിന് ഇതിന് വരുന്നത് 128 ആണ് ഇതിൻ്റെ വില വരുന്നത്. പിന്നെ ഇത് ഒരെണ്ണം പൈൻ ആ ഒരു തീമിൽ ചെയ്തിരിക്കുന്നതാണ്. പൈൻ ആൻഡ് ചെറിയൊക്കെ ഉൾപ്പെടുത്തി. ഇതിൻ്റെ വില 260 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത്. ഇതും കൂടെ നമുക്കൊന്ന് പ്ലേസ് ചെയ്യാം. ഒരു ചെറി ഇതെല്ലാം കൂടെ കൂടിയ ഒരു സംഭവം നമ്മൾ ഈ ഒരു മൂലയ്ക്ക് ഈ ഒരു കോർണറിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന് പറ്റിയ ബൗളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പിന്നെ വേറെ ബൗളൊന്നും വാങ്ങിയില്ല. എൻ്റെ കയ്യിലുള്ള ബൗള് തന്നെ വെച്ച് സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അടുക്കളയിലെ ക്രിസ്മസ് ഡെക്കറേഷൻ വരുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ റൂമും സെറ്റ് ചെയ്തെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അമ്മേ, രാവിലെ എങ്ങനെയായിരുന്നു അടുക്കള? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോൾ നല്ലതൊക്കെ ആദ്യം പറയാം. ഇതന്നെ മത്തങ്ങയോ? മത്തങ്ങ എങ്ങനെ തോന്നി? ക്യൂട്ടല്ലേ? എനിക്ക് വയ്യ. മത്തങ്ങ മേശപ്പുറമൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊരു അഭിപ്രായം? സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന കുറെ എന്താ പറയുക ട്രോഫികളൊക്കെ ബാക്കി മമ്മിയുടെ കുറെ ആക്രി പാത്രങ്ങൾ എടുത്ത് ഞാൻ തട്ടി. പാത്രം എന്ന് ഉദ്ദേശിക്കണേ ഏതാ? കണസാവണസായ ഏതാണ്ടൊക്കെ സാധനങ്ങള് അവിടെ കുറെ വിടവ് കാണുന്ന അവിടെയൊക്കെ ഫുള്ളായിരുന്നല്ലോ. അതൊക്കെ വൃത്തിയാക്കിയതാ. എന്റെ പിന്നെ നല്ലത് എന്തേലും പറയുമോ? വൃത്തിയാക്കുമ്പോ സാധനങ്ങളുടെ എണ്ണം കുറയോ? സാധനങ്ങൾ ഒതുക്കി പറക്കി വെക്കുമ്പോ അതിന്റെ ഭംഗിയുണ്ട്. പിന്നെ മമ്മി നോക്കി ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ്. ഇത് അടുത്ത് നോക്കി. ഇതേ മാൻപേടെ ഒക്കെ വെച്ചേക്കുന്നുണ്ടോ ഫ്രിഡ്ജ്? ഇത് മുകളിലത്തെ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇതെന്നാ കൊച്ചു വെച്ച സാധനങ്ങളാ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ എത്ര നാള് നിൽക്കും? അത് ഈ ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് പൊടിയൊക്കെ തട്ടി എടുത്തു വെക്കൂലേ? മമ്മിയെ പോലെ ഒരാളിരിക്കുന്നുണ്ടോ അവിടെ? ഏതിതാ? ഇതേ മൂലല്ല. അതിങ്ങ് എടുത്ത് കാണിച്ച്. ഇതാ അതിഷ്ടയോ? അച്ചടാ നല്ല ക്യൂട്ടല്ലേ മീ? നല്ല ക്യൂട്ടാ. ഈ മകൾക്ക് ഇങ്ങനത്തെ കാണുമ്പോൾ ഭയങ്കര ക്രേസ് കേട്ടോ. എനിക്കിഷ്ടമാണ്. ടേബിൾ ഡെക്കറേഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് നല്ലതാ. പക്ഷെ അതൊക്കെ എങ്ങനെ എത്ര നാൾ ഇരിക്കും? ഈ ക്രിസ്മസിന്റെ സമയം മതിയോ അമ്മേ? ന്യൂ ഇയർ കഴിയുമ്പോ പിന്നെ നമ്മൾ എടുത്തു വെക്കൂലേ? ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ മേടിച്ചോ? അതൊക്കെ മേടിച്ചു. ഇഷ്ടപ്പെട്ടാന്ന് പറ. ഓവറോൾ ഇഷ്ടപ്പെട്ടു. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം അടിപൊളിയാ. ഓക്കേ, നന്നായിട്ടുണ്ട്. ഗുഡ്. മമ്മിയുടെ പാത്രം ഒന്നും കളഞ്ഞിട്ടില്ല. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തെന്നുള്ളൂ. ഇനി മമ്മി എങ്ങനെ ഇവിടെ കുളമാക്കിയ ശരിയാക്കും. എന്റെ പാത്രത്തിന് ഒരെണ്ണം കുറവ് വന്നാൽ അപ്പൊ ഇങ്ങനത്തെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണേ. അപ്പം ഞാനിങ്ങനെ കുറച്ച് ക്രിയേറ്റീവായിട്ട് റൂമൊക്കെ എങ്ങനെ ഡെക്കറേഷൻ ചെയ്യാം അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. മമ്മി എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എന്നും ഇങ്ങനെ ഇടണം. അതെ, അതെ. വൃത്തിയാക്കുമ്പോ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വൃത്തിയാക്കും. വീട്ടിലെല്ലാരും കൂടെ ശ്രമിക്കണം വൃത്തിയാക്കി കിടക്കാനായിട്ട്. നമ്മളൊരു സാധനം എടുത്തു
അത് അവിടെ തന്നെ തിരിച്ചു വെച്ചു. പിന്നെ വേറൊരു കാര്യം മമ്മി, ഈ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കുമ്പോ ഇരിക്കുന്ന കാണാൻ രസമാണ്, പക്ഷെ ഭയങ്കരമായിട്ട് പൊടി പിടിക്കും. അതെനിക്കും അറിയാൻ. ഇത് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ട്രോഫിയാണെങ്കിൽ നമ്മള് ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടൊരു ഷെൽഫ് പോലെ ഗ്ലാസ് ഒക്കെ ഇട്ട്. ഇവിടെ ഷെൽഫ് പണിയാനുള്ള സ്ഥലമില്ല. അത് ശരിയാ, സ്ഥലം എവിടെയാ പണിയണേ? എനിക്കിതൊന്നും ഡീപ് ക്ലീനിങ് ഇനിയും ചെയ്യാനുണ്ട് ശരിക്കും പറഞ്ഞാൽ. കബോർഡിനാകും അത് ഞാൻ മടുത്തു പോയി ശരിക്കും പറഞ്ഞാൽ. പണ്ട് നേരത്തെ ഒക്കെ ഞാൻ തന്നെ ചെയ്യാറുന്ന് വെച്ചാൽ ഇതിനകം. ഇപ്പൊ ഞാനൊന്നും നോക്കാറില്ല. നമുക്ക് ചെയ്യാൻ ഒരു ദിവസം മടിയാ എനിക്ക്. പിന്നെ നമ്മൾ മടിയൊക്കെ മാറ്റി വെക്കുക. വയസ്സായ എന്റെ മടിയായിരിക്കും. ചില കാര്യങ്ങളിൽ മമ്മിക്ക് വയസ്സായി, ചില കാര്യങ്ങളിൽ മമ്മി പറയും ഓ എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല, ഞാനിപ്പോഴും ചെറുപ്പമാ, നിങ്ങൾ എന്നെ കിളവിയാക്കാൻ നോക്കണ്ടെന്ന്. അത് ഏത് കാര്യമാണ്? ഷോപ്പിങ്ങിന് പോകുമ്പോ അല്ലാത്ത കാര്യത്തിലെല്ലാം മമ്മിക്ക് വയസ്സായിട്ടോ. എനിക്കിപ്പോ ഇങ്ങനത്തെ ക്ലീനിങ് ഇതെല്ലാം വലിച്ചു വാരി എടുത്ത് എനിക്ക് സത്യം പറയാൻ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ക്ലീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല. ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറെന്റ് അല്ലേ, അതായിരിക്കും. നല്ല സാന്താക്ലോസ് അല്ലേ നീ? നല്ല ശരിക്കും മമ്മിയെ പോലെ തന്നെ. ഇപ്പൊ കണ്ടോ മമ്മി, ശരിക്കും മമ്മിയെ പോലെ കൈയൊക്കെ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞേ. ബൈ.